അപ്പോൾ ഞാനൊരു പുതിയ ഫയൽ എടുത്തേ. പുതിയ ഫയലിൻ്റെ അകത്ത് സാധാരണ ഡോക്യുമെൻറ്റ് ഞാൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തു. ആ ഡോക്യുമെൻ്റിൻ്റെ അകത്ത് ഞാനൊരു റെക്റ്റാങ്കിൾ റൂൾ എടുത്തിട്ട് ജസ്റ്റ് വരച്ചു. അതിൻ്റെ കളറ് ബ്ലാക്ക് ആക്കി, സ്ട്രോക്ക് ഒഴിവാക്കി, സെലക്ട് ചെയ്തു. ഇതിനെ ഞാൻ ലോക്ക് ചെയ്തു. പുതിയ ലെയർ എടുത്തിട്ട് നമുക്ക് ഫില്ല് കുഴപ്പമില്ല, ഫില്ല് നമുക്ക് വൈറ്റ് ആക്കിയ ശേഷം ഞാൻ അതിനൊന്ന് വലുതാക്കി. ഓക്കെ, ഞാൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. ക്യാരക്ടർ അനിമേഷൻ എന്ന് കൊടുത്തു. ഓക്കെ, സി ഓക്കെ സി ഓക്കെ ക്യാരക്ടർ അനിമേഷൻ ടൈപ്പ് ചെയ്തേ. എന്നിട്ട് ഞാൻ സ്വല്പം ചെറുതാക്കിയിട്ട് നമുക്കൊരു ഇവിടെ നിന്ന് ഒരു റൗണ്ട് വരയ്ക്കുക. ഒരു എലിപ്സ് ടൂളിൽ റൗണ്ട് വരയ്ക്കാം. ഓക്കെ, ഈ റൗണ്ടിൻ്റെ അകത്ത് ഇപ്പോൾ കളർ എന്താണ്? വൈറ്റ്. ഞാൻ ഈ വൈറ്റിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് സ്ട്രോക്കിന് മാത്രം വൈറ്റ് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ വൈറ്റിൻ്റെ അകത്തൊരു 5 കൊടുത്തേ. അപ്പോൾ റൗണ്ടും ഒരു ക്യാരക്ടർ അനിമേഷൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവം നമുക്കുണ്ട്. ഇനി ഞാൻ വിൻഡോയ്ക്കകത്ത് പോയിട്ട് ബ്രഷസ് എടുക്കുക. കണ്ടോ? അപ്പോൾ പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അനിമേഷനും ബ്രഷ് ആക്കാം. മീൻസ് ഈ ടെക്സ്റ്റിനെ നമുക്ക് ബ്രഷ് ആക്കാം. സോ ഇങ്ങനെ വലിച്ചിട്ട് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ വരും. പക്ഷേ എന്തായിരിക്കണം, ഇതൊരു ഔട്ട്ലൈൻ ആക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഔട്ട്ലൈൻ ആക്കണം എന്നുള്ളത്. ഓക്കെ, ഔട്ട്ലൈൻ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ബ്രഷിൻ്റെ ഇതിലോട്ട് കൊണ്ടിടുക. അപ്പോൾ അതിനകത്ത് പല ടൈപ്പ് ഓഫ് ബ്രഷസ് ഉണ്ട്. സ്കാറ്റർ ഉണ്ട്, ആർട്ട് ഉണ്ട്, പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമുക്ക് പാറ്റേൺ ആണ് ഇതിനെ ആക്കേണ്ടത്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പാറ്റേൺ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ അകത്ത് വരും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ വന്നു കഴിഞ്ഞു. ഇനി വെറുതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് അതായത് ഇതുണ്ടോ, ഇതിലോട്ടങ്ങ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഞാനിപ്പോൾ വട്ടം വരച്ചുകൊണ്ട് വട്ടത്തിൽ വന്നതേ ഉള്ളൂ. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് വരച്ചിട്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുണ്ടോ, ഇത് ഔട്ട്ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഔട്ട്ലൈനായിട്ട് വേണം ഇതിനെ കൺവേർട്ട് ചെയ്യാം. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഔട്ട്ലൈനായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണമെന്ന്. ഉണ്ടല്ലോ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യാം ആ രീതിയിലെല്ലാം നമുക്ക് ഇതിനെ ട്വീക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. കണ്ടോ? ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വരും. സെലക്ട് ചെയ്തിട്ട് കണ്ടോ? അപ്പോൾ ഏത് പാറ്റേൺ ആയിട്ട് വേണം ഇതിനെ കൺവേർട്ട് ചെയ്യാം. സോ നമ്മൾ എന്താക്കി, നമ്മൾ ലെറ്റർ പാറ്റേൺ ആക്കി, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കിതിനെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ട്വീക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഇതിനെ നമുക്ക് എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ട്രാൻസ്ഫോം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമുക്കൊന്ന് വാല്യൂസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഞാനൊരു 88 ആക്കി, ഇതിനെ ഒരു 88 85 എന്തെങ്കിലും ആക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആംഗിൾ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? ആംഗിൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 16 തൽക്കാലം കൊടുത്ത് പ്രിവ്യൂ ഓൺ ആയിരിക്കണം എപ്പോഴും. എന്നിട്ട് നമ്പർ ഓഫ് കോപ്പീസ് നമുക്ക് ഒരു 15 കൊടുക്കാം. കണ്ടോ? ഇത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതോടെ നമുക്കതിന് പ്രിവ്യൂ അടിച്ചിട്ട് വേണം ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. നോക്കിയേ, കണ്ടോ? അപ്പോൾ ഏത് എഫക്റ്റ് വേണമെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്പർ ഓഫ് കോപ്പീസ് 10 കൊടുത്താൽ 10 ആയിരിക്കും നമ്പർ ഓഫ് കോപ്പീസ്. ഓക്കെ, നമുക്കത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഇത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ 100 ആയി കഴിഞ്ഞാൽ കണ്ടോ ഈ ഡിസ്ട്രാക്റ്റ് ആയി പോവും. കണ്ടോ? 99 കണ്ടോ? അല്ലെങ്കിൽ 100 ആക്കി നോക്കാം. ഇവിടെ 100 കണ്ടോ? ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ സ്വല്പം അങ്ങോട്ടാക്കിയത്. മനസ്സിലായോ? ഇതിനെയും നമ്മൾ സ്വല്പം അത് ഇങ്ങോട്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. കണ്ടോ? ഇപ്പോൾ അത് കറക്റ്റ് ലെവലിൽ കയറി വരുന്നുണ്ട്. ഒരു 80 to 90 സോറി 85 to 90 ആക്കി കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലുമാണ്. കണ്ടോ? വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കൽ, ഹൊറിസോണ്ടലാണെങ്കിൽ ഹൊറിസോണ്ടൽ. അതുപോലെ ആംഗിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ നമ്മൾ എങ്ങനെ ട്വീക്ക് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ആംഗിളും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഞാൻ 0 കൊടുത്തു, അതിൻ്റെ ആവശ്യമില്ല. നമ്പർ ഓഫ് കോപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം, ഒരു 15 ആക്കാം മാക്സിമം നമ്പർ ഓഫ് കോപ്പീസ്. പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ രീതിയിലുള്ള ഒരു എഫക്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെ വലിച്ച് നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് ഇടാം, വീണ്ടും ഒരു പാറ്റേൺ ആക്കാം. വീണ്ടും പാറ്റേൺ ആക്കിയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള പാറ്റേൺസ് ഉണ്ട്, മനസ്സിലായോ?
ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പെൻ ടൂൾ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വൈറ്റ് തന്നെ ഇരുന്നോട്ടെ, ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക. ഓക്കെ, വരച്ചിട്ട് ഓക്കെ ഈ ഒരു പാറ്റേൺ എടുത്ത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇതാ ഈ ഒരു ഇത് നമ്മൾ കറക്റ്റായിട്ടല്ല ഡിസ്റ്റോർട്ടൊക്കെ ചെയ്ത് വരച്ചിരിക്കുക. പ്രോപ്പറായിട്ട് വരച്ചാൽ പ്രോപ്പറായിട്ട് കിട്ടും. അതേപോലെ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ സ്മൂത്ത് ആക്കാനുള്ള ആങ്കർ പോയിൻ്റ് ടൂളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, സ്മൂത്ത് ആക്കുന്നു. ഇതിനെയും കുറച്ചും കൂടെ ഞാൻ സ്മൂത്ത് ആക്കുന്നു, മൂവ് ചെയ്യുന്നു. ഇതിനെയും സ്വല്പം കൂടെ സ്മൂത്ത് ആക്കുന്നു. ഇത് വലിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. മനസ്സിലായ സംഭവം? ഇതിപ്പോൾ ഭയങ്കര വലുതാണ്. അത് നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് അതിനെ ചെറുതാക്കാം. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മനസ്സിലായ സംഭവം? പഠിച്ചിട്ട് എന്താണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു പാറ്റേണിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സെലക്ട് ചെയ്തിട്ട് യൂണിഫോം മാറ്റിയിട്ട് കണ്ടോ, ഇത് മാറ്റാം, ഇങ്ങനെ ആക്കാം. വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. സ്ട്രോക്കിന് നമുക്ക് വേണമെങ്കിൽ 0.2 ആക്കാം. കണ്ടോ? ഇപ്പം നോക്കിയേ, പിടികിട്ടിയ സംഭവം. ഇപ്പോൾ കറക്റ്റായിട്ട് വരുമോ? 0.05 കൊടുത്ത് നോക്കാം. പാറ്റേൺ ആയതുകൊണ്ട് കുറച്ച് ഹാങ് ആയിരിക്കും. ഇപ്പം കണ്ടോ, ഈ രീതിയിലുള്ളൊരു സംഭവം കിട്ടി. അപ്പം ഇതിനകത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒറ്റ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഞാൻ ക്യാരക്ടർ അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കണം, ഇത് സ്ട്രോക്ക് ആയിരിക്കണം. ഇത് ഓൾറെഡി ഞാൻ സ്ട്രോക്കാണ്. കാരണം എന്താണ്, നമ്മൾ ഇതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഔട്ട്ലൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോറി, സ്ട്രോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്ലൈനുമാണ് അല്ലേ? ഇതാ ഇപ്പോൾ ബ്ലാക്ക് ആണ്. ഞാൻ പിന്നെ കുറച്ചൊന്ന് വലുതാക്കിയിട്ട് വീണ്ടും ഞാൻ അതിനെ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആക്കുക. ഓക്കെ, ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. പാറ്റേൺ ബ്രഷിൻ്റെ അകത്ത് ഞാൻ ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് പാറ്റേൺ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു പാറ്റേൺ അതിൻ്റെ അകത്ത് ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഒന്ന് വീഴുന്നത്. അത് വേണ്ട, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺസിനെ എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്യണേ. ഇതിൻ്റെ അകത്ത് ഞാനൊരു വൈറ്റ് കൊടുത്തു. വൈറ്റിന് നമുക്കൊന്ന് വലുതാക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഗ്രാഫിക്സ്. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഔട്ട്ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു ഷേപ്പ് എടുത്തിട്ട് വരയ്ക്കുക. അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുക. സ്റ്റാറിനെ എന്താക്കുക? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റാറിനെ നമ്മൾ ഫില്ല് മാറ്റിയിട്ട് സ്ട്രോക്ക് ആക്കുക. ഫില്ലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ 5 ആക്കിയേ. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്ലൈൻ ആണല്ലോ. ഇത് ഔട്ട്ലൈനാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്രഷസ് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എടുക്കാം? വിൻഡോയ്ക്കകത്ത് ബ്രഷസ് ഉണ്ട്. വിൻഡോയ്ക്കകത്ത് ബ്രഷസ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F5 ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രാഫിക്സിനെ വലിച്ചതിൻ്റെ അകത്ത് ഇടുക, പാറ്റേൺ ബ്രഷ്. ഓക്കെ, പാറ്റേൺ ബ്രഷ് ഓക്കെ കൊടുത്തിട്ട് നിങ്ങളതിനെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതിനെ വലിച്ചതാ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കണ്ടോ, ഇതിപ്പം എന്താണ്, ഇത് ഓക്വേർഡായിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് 0.02 ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. 0.08 വീണ്ടും 0.1 കൊടുത്താലോ? കുഴപ്പമില്ല. ഇപ്പം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ, കറക്റ്റായി. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് വെച്ച് വേണമെങ്കിലും ട്വീക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ ട്വീക്ക് ചെയ്യാം. 0.5 കണ്ടോ, ആ രീതിയിലായി. 0.3 ഓക്കെ, ആ രീതിയിൽ നമുക്ക് അതിനെ ട്വീക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ 0.09 ആക്കാം. അപ്പം കറക്റ്റായിട്ട് ലെറ്റേഴ്സിനെ വായിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ഏത് കൊടുക്കാം? ട്രാൻസ്ഫോമിൻ്റെ അകത്ത് വാല്യൂ 88 കൊടുക്കാം. ഇതിന് 88 89 കൊടുക്കാം. സോറി, 8 ആയിപ്പോയി, 88 കൊടുക്കാം. ഓക്കെ, അതിന് പറയാം. ഒന്നുകൂടെ ഇത് പറഞ്ഞു കഴിയട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ആംഗിൾ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോപ്പീസ് 15 ആക്കുക. കണ്ടോ, നമുക്ക് ആംഗിൾ നമുക്ക് ഏത് രീതിയിലാണ് കറക്കേണ്ടത് കറക്കി നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരാം. കണ്ടോ,
സംഭവം പിടികിട്ടിയോ? അപ്പോൾ സ്ട്രോക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് മാറ്റാം. ഓക്കെ, ഒന്ന് എക്സ്പാൻഡ് അപ്പിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കളറിലൂടെ നമുക്ക് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് അപ്പിയറൻസ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. കണ്ടോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ആദ്യം ഞാൻ വീണ്ടും ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഞാനൊരു വൈറ്റ് കളർ എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തു, DSIGNING ഡിസൈനിങ് എന്ന് ടൈപ്പ് ചെയ്തു. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിനുശേഷം ഈ ഡിസൈനിങ്ങിനെ വലിച്ച് ഏതിലിടുന്നു? ബ്രഷസിലേക്ക് ഇടുന്നു. പാറ്റേൺ ബ്രഷ്. പാറ്റേൺ ബ്രഷിൽ ഓക്കെ കൊടുക്കുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ഓക്കെ കൊടുക്കുക. നമുക്കറിയാമല്ലോ അത് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. ഇനി നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഏത് വേണം ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം പോളിഗണൽ ടൂളാണെങ്കിൽ പോളിഗൺ ടൂൾ വരയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ അകത്ത് എന്ത് ആഡ് ചെയ്യരുത്, ഒരു കാരണവശാലും ഫില്ല് നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്താലും അറിയാൻ പറ്റില്ല. സോ മേക്ക് ഇറ്റ് സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ അകത്ത് കളർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മീൻസ് സ്ട്രോക്കിൻ്റെ ഇത് വിട്ട് അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് 5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വരച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതിന് മുന്നേ ഇതിനെ വലിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് വേണ്ടല്ലോ, ഇത് നമുക്ക് എടുത്താൽ കളയാം. ഓക്കെ, ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ ചേഞ്ച് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. കണ്ടോ? ഏതാണെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോമിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം? ട്രാൻസ്ഫോം. വാല്യൂ 88 89 കൊടുക്കുക കേട്ടോ. അല്ല അത് കൂടുതലോ കുറവോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പ്രിവ്യൂ എപ്പോഴും ഓണാക്കി ഇട്ടേക്കുക. പ്രിവ്യൂവിൻ്റെ അകത്ത് ആംഗിൾ നമുക്ക് പതുക്കെ ട്വീക്ക് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ നമ്പർ ഓഫ് കോപ്പീസ് ഒരു 15 കൊടുക്കാം. ജസ്റ്റ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആംഗിൾ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. കണ്ടോ? ഔട്ട്പുട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊന്നും വേണ്ട. ഞാനിപ്പോൾ ആംഗിൾ 15 കൊടുത്ത് നോക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കളർ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിപ്പോൾ ഔട്ട്ലൈനായി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എക്സ്പാൻഡ് അപ്പിയറൻസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾ അതിനെ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, ഞാനൊരു ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ടൂൾ വെച്ച് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ഞാനതിനെ വലുതാക്കി. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഔട്ട്ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ഔട്ട്ലൈൻ. ഓക്കെ, ഔട്ട്ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എഫക്റ്റിൻ്റെ അകത്ത് 3D മെറ്റീരിയൽസിൻ്റെ അകത്ത് 3D ക്ലാസിക്കിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ജസ്റ്റ് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ കാണിക്കും. നമുക്ക് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബെവൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടല്ലോ? ബെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് പല രീതിയിൽ നമുക്ക് ട്വീക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ബെവൽ ഒന്നും ചെയ്യുന്നില്ല. പകരം പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓഫ് ആക്സിസ് ഫ്രണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് ഐസോമെട്രിക് ബോട്ടം കൊടുക്കാം. ബോട്ടം, ഐസോമെട്രിക് ടോപ്പ്. കണ്ടോ? അപ്പോൾ എന്താണ്, ഇതവിടെ ഇങ്ങനെ പ്ലേസായി, എന്താണ് ചരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ പ്ലേസായി. അതിനുശേഷം ഇതിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് ബെവലിൻ്റെ അകത്ത് ഞാൻ ഇതിൻ്റെ വാല്യൂ അങ്ങ് കുറച്ചു. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കളറ് ഒരു കളർ കൊടുത്തേ. ഓക്കെ, എന്നിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+C Ctrl+V മൂവ് ചെയ്യുക, മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, വീണ്ടും സെലക്ട് ചെയ്യുക, Ctrl+C Ctrl+V മൂവ് ചെയ്യുക, മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ബ്ലൂ കളർ കൊടുത്തു. ബ്ലൂ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. വേറൊരു കളർ കൊടുക്കാം. അതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു കളർ കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് മൂന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഏതാണ്, ബ്ലെൻഡിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പെസിഫൈ സ്റ്റെപ്സ് ഒരു 50 കൊടുത്തേ. ഓക്കെ എടുത്തു. ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ് കൊടുക്കുക. ഓക്കെ, ഇതിപ്പം നമ്മുടെ ആ സ്പെസിഫൈ സ്റ്റെപ്സിൻ്റെ പ്രശ്നമാണ്. സ്റ്റെപ്പ് കൂടുതൽ കൊടുക്കാത്തതിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അത് കുറച്ചൊന്ന് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസും കുറച്ചും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഒന്നും കൂടെ Ctrl+C Ctrl+V എന്നിട്ട് വീണ്ടും ഞാൻ അതിനെ മൂവ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ആക്സിസിൽ വെച്ചിട്ട് അതിൻ്റെ കളർ ഞാൻ വേറെ ഏതെങ്കിലും ഒരു കളറും കൂടെ കൊടുത്തു. ഓക്കെ, ഫുൾ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ആ ബ്ലെൻഡ് വീണ്ടും കുറച്ചും കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. ഫുൾ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡ് ഓപ്ഷൻ 50 എന്നുള്ള ഞാൻ ഒരു 200 ആക്കാം. ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, ഔട്ട്ലൈൻ ആക്കി ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ് കൊടുക്കുക. ഓക്കെ, കുറച്ച് ഇത് കൂടുതലാണ്, ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ഇത് കുറച്ച് ഹെവിയാണ്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തന്നെ നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തു, ഞാൻ വീണ്ടും ഗ്രാഫിക്സ് എന്ന് ടൈപ്പ് ചെയ്തു. നമ്മളിപ്പോൾ ഏതിലാണ് ചെയ്തത്? ഫില്ലിലാണ് ചെയ്തത് അല്ലേ? നമുക്ക് ഈ ഫില്ല് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് സ്ട്രോക്കിൽ ചെയ്ത് നോക്കാം. സ്ട്രോക്കിൽ ചെയ്യാം. അപ്പോൾ സ്ട്രോക്കിൽ ഞാൻ ഇപ്പോൾ ഗ്രാഫിക്സ് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഔട്ട്ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട്ലൈനായിട്ട് തൽക്കാലം ഇതിനെ കൺവേർട്ട് ചെയ്യണ്ട, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്നോട്ടെ. സ്ട്രോക്കല്ലേ, സ്ട്രോക്കിനെ നമുക്ക് എഫക്റ്റിൻ്റെ അകത്ത് ഏതാണ് 3D മെറ്റീരിയൽസിൻ്റെ അകത്ത് 3D ക്ലാസിക്കിൻ്റെ അകത്ത് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഓഫ്സെറ്റ് നമ്മൾ ഐസോമെട്രിക് ലെഫ്റ്റ്, അതേപോലെ ഐസോമെട്രിക് റൈറ്റ്, അതേപോലെ ടോപ്പ് കൊടുക്കുക. ടോപ്പ് പിന്നെ ഏതാ ഉള്ളത്? ബോട്ടം. ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ബെവൽ എന്ന് പറഞ്ഞാൽ ബെവലിൻ്റെ തൊട്ട് മുമ്പ് എക്സ്ട്രൂഡ് ഡെപ്ത് 0 ആക്കുക കേട്ടോ. ഇപ്പം എന്താണ് അത് കറക്റ്റ് താഴെ ഇരിക്കുന്നൊരു ഫീൽ വന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഓക്കെ എടുത്തു. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, Ctrl+C Ctrl+V മൂവ് ചെയ്യുക, മുകളിൽ വെച്ച് കൊടുക്കുക. അടുത്ത് വീണ്ടും സെലക്ട് ചെയ്തു, Ctrl+C Ctrl+V വീണ്ടും ഇതിനെ മൂവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനൊരു കളർ ആഡ് ചെയ്തു. സ്വല്പം കൂടെ താഴേക്ക് Ctrl+C Ctrl+V വീണ്ടും മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടെ മുകളിലോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇപ്പം 4 എണ്ണമായി. ഫുൾ സെലക്ട് ചെയ്യുക, ഒബ്ജക്റ്റ്, ബ്ലെൻഡ് ഓപ്ഷൻ. ഇപ്പോൾ 200 വേണ്ട, ഞാൻ തൽക്കാലം ഒരു 50 കൊടുക്കാം, ചിലപ്പോൾ ഹാങ് ആവും, അതുകൊണ്ടാണ് 50 കൊടുക്കുന്നത്. ഓക്കെ എടുത്തിട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ബ്ലെൻഡിൻ്റെ അകത്ത് മേക്ക് ബ്ലെൻഡ്. ഇത് കുറച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് കിട്ടും. വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ഇതിൻ്റെയൊക്കെ പൊസിഷനൊക്കെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മൂവ് ചെയ്തിട്ട് രണ്ടാമത്തേൻ്റെ ഏത് ഓപ്ഷൻ വേണം കൊടുക്കാം. ഇപ്പോൾ ബ്ലെൻഡ് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഏതാണ്? സ്പെസിഫൈ സ്റ്റെപ്സും ഡിസ്റ്റൻസും ഉണ്ട്. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കുക. നമുക്ക് സാധാരണ സ്റ്റെപ്സാണ് കൂട്ടുന്നത്, സ്റ്റെപ്പിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു 100 കൊടുത്ത് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ്, ബ്ലെൻഡ്, മേക്ക് ബ്ലെൻഡ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ സ്റ്റെപ്പ് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേഡിയൻറ്റും കൂടെ കൊടുക്കാം, അപ്പോഴേ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലെയർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കാം. സോ റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്കൊരു എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്യാം. ഇതിനെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലിടാം. ഓക്കെ, കണ്ടോ, ഇതൊരു കളർ വലിയ സുഖമില്ല. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗ്രേഡിയൻറ്റ് കൊടുത്തിട്ട് ഈ ഗ്രേഡിയൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോയ്ക്കകത്ത് സ്വാച്ചസ് എടുക്കുക കേട്ടോ. സ്വാച്ചസ്. ഓക്കെ, സ്വാച്ചസിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടിൻറ്റ് ഡ്രാഗ് ചെയ്തിടാം. ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ടിൻറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അല്ല, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഗ്രേഡിയൻറ്റ് തന്നെ ഉണ്ട്, അത് വേണമെങ്കിൽ അതിടാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അതെങ്ങനെ ഇടാം?
ഇതേപോലെ ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനെ ഡ്രാഗ് ചെയ്തിടുക. ഞാനിപ്പോൾ ഒരു ഇത് കൊടുത്തു, വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്തു, വീണില്ലേ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻ ടൈപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അല്ല, ഈ വിൻഡോയ്ക്കകത്ത് എന്താണ് ഗ്രേഡിയൻ ടൂൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എടുത്താലും മതി. ഇപ്പോൾ ഗ്രേഡിയൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗ്രേഡിയൻ്റ് നിങ്ങൾ എന്താണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതോടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതാ കിടക്കുന്നു ഗ്രേഡിയൻറ്റ്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, നമുക്ക് ഇഷ്ടമുള്ള കളറിനെ ഞാൻ വലിച്ചിവിടെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തു, അതിൻ്റെ അകത്തും ഒരു വൈറ്റ് ഇട്ടെന്ന് വിചാരിക്കുക. കണ്ടോ, ഇനി നമുക്കിതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതിനെ ഫുൾ സെലക്ട് ചെയ്യുക, ഞാൻ അതിനെ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യുക. നല്ല സമയം എടുക്കുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അത്രയും ടൈം എടുക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഷാഡോ കൂടെ ക്രിയേറ്റ് ചെയ്യാം. എഫക്ട്സിൻ്റെ അകത്ത് ഏത് കൊടുക്കാം, എഫക്റ്റിൻ്റെ അകത്ത് സ്റ്റൈലേഴ്സിൻ്റെ അകത്ത് ഒരു ഡ്രോപ്പ് ഷാഡോ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.